കോഴിക്കോട് ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന് തീപിടിച്ചു. തൊണ്ടയാട് റോഡിൽ വെച്ചാണ് അപകടമുണ്ടായത്. വെള്ളിമാട് കുന്ന് സ്റ്റേഷനിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി തീയണച്ചു. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. രാത്രി 9 മണിയോടുകൂടിയാണ് അപകടം. എയർപോർട്ടിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വരികയായിരുന്നു സംഘം. മുക്കം സ്വദേശികളായിട്ടുള്ള 2 പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. വാഹനത്തിൻ്റെ ബോണറ്റിൽ നിന്ന് പുക വരുന്നത് കണ്ടു. ആ വേളയിൽ തന്നെ വാഹനം നിർത്തി. പിന്നീട് പെട്ടെന്ന് 2 പേരും പുറത്തേക്ക് ഇറങ്ങി. ഉടൻ തന്നെ വലിയ രീതിയിൽ തീ ആളിപ്പടരുകയായിരുന്നു. പെട്ടെന്ന് തന്നെ ഈ കാറ്, ഈ റേഞ്ച് റോവർ ഒരു തീഗോളമായി മാറുന്ന കാഴ്ചയാണ് കണ്ടത്. ഏതായാലും വളരെ വേഗത്തിൽ തന്നെ പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി. ഇതിൻ്റെ ഏറെക്കുറെ പൂർണ്ണമായും ഈ ഭാഗങ്ങളെല്ലാം തന്നെ കത്തി നശിച്ചിട്ടുണ്ട്. വെള്ളിമാട് കുന്നിൽ നിന്നുള്ള ഫയർ യൂണിറ്റ്, അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് പോലീസും എത്തിയാണ് ഇവിടെ ഇതിൻ്റെ രക്ഷാപ്രവർത്തനം നടത്തിയത്. വാഹനത്തിൻ്റെ മുൻഭാഗം പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. ഏതായാലും ഫയർഫോഴ്സ് എത്തിക്കൊണ്ട് തീ പൂർണ്ണമായും അണച്ചു. പക്ഷേ ആ സമയത്തിനകം തന്നെ ഇതിൻ്റെ ഏറെക്കുറെ മുൻഭാഗം പൂർണ്ണമായും നശിച്ചിട്ടുണ്ട്. ലാപ്ടോപ്പ്, അതുപോലെ തന്നെ ഏതാണ്ട് ചില രേഖകളൊക്കെ തന്നെ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു. അതെല്ലാം കത്തി നശിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇത് ഓടിച്ചിരുന്ന മുക്കം സ്വദേശിയായിട്ടുള്ള ആദിൽ, അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന അതിൻ്റെ ഒരു സുഹൃത്ത്, ഈ 2 പേരെയും ഇപ്പോൾ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അവിടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും വലിയൊരു അപകടമാണ് ഉണ്ടായത്. പക്ഷേ ആളപായമൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ആശ്വാസം നൽകുന്ന കാര്യം. കോഴിക്കോട് നിന്ന് അബിത്തിനൊപ്പം സമീർ സി മുഹമ്മദ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.